അടുത്തതായി C++ലെ പോളിമോർഫിസം എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിലെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് പോളിമോർഫിസം. ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഫംഗ്ഷൻ ഓവർലോഡിംഗ് പോളിമോർഫിസത്തിന് ഒരു ഉദാഹരണമാണ്. അതായത് ഒരേ ഫംഗ്ഷൻ നെയിം തന്നെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കായി നമ്മൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു ഫംഗ്ഷന്റെ ഡേറ്റ ടൈപ്പിലോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ലിസ്റ്റിലോ ആർഗ്യുമെന്റ് ലിസ്റ്റിന്റെ ഡേറ്റ ടൈപ്പിലോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ലിസ്റ്റിന്റെ എണ്ണത്തിലോ വ്യത്യാസപ്പെടുത്തി ഒരു ഫംഗ്ഷനെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നെയിമിനെ നമ്മൾക്ക് പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. ഇതിനെ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നു. ഫംഗ്ഷൻ ഓവർലോഡിംഗ് പോളിമോർഫിസത്തിന് ഒരു ഉദാഹരണമാണ്. പോളിമോർഫിസം രണ്ട് രീതിയിലാണുള്ളത്. അതായത് കമ്പൈൽ ടൈം പോളിമോർഫിസവും റൺ ടൈം പോളിമോർഫിസവും. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ ഫംഗ്ഷൻ ഓവർലോഡിങ്ങും അതേപോലെ തന്നെ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന് ഉദാഹരണങ്ങളാണ്. റൺ ടൈം പോളിമോർഫിസത്തിന് ഉദാഹരണമാണ് വെർച്വൽ ഫംഗ്ഷൻ. അതായത് ബേസ് ക്ലാസ്സിലും ഡിറൈവ്ഡ് ക്ലാസ്സിലും ഒരേ ഫംഗ്ഷൻസ് തന്നെ നമ്മൾക്ക് വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതും അതിന്റെ അഡ്രസ്സിനെ റൺ ടൈമിൽ നമ്മൾക്ക് ചേഞ്ച് ചെയ്യുവാനും സാധിക്കുന്നതാണ്. അതായത് ആദ്യമായി നമ്മൾക്ക് ബേസ് ക്ലാസ്സിലെ ഫംഗ്ഷനാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ബേസ് ക്ലാസ്സിലെ അഡ്രസ്സ് നമ്മൾക്ക് ഫംഗ്ഷനിലേക്ക് ആക്സസ് ചെയ്ത് ഫംഗ്ഷനിലേക്ക് അസൈൻ ചെയ്ത് അതിനെ യൂസ് ചെയ്യാവുന്നതും, രണ്ടാമത് ഡിറൈവ്ഡ് ക്ലാസ്സിലാണ് അതേ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിലെ അഡ്രസ്സ് നമ്മൾക്ക് ആക്സസ് ചെയ്ത് ഡിറൈവ്ഡ് ക്ലാസ്സിലെ ഫംഗ്ഷൻ ഉപയോഗിക്കുവാനും സാധിക്കുന്നതാണ്. എങ്ങനെയാണ് വെർച്വൽ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ റൺ ടൈം പോളിമോർഫിസം C++ൽ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇതിനെ നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്യാം. അടുത്തതായി എങ്ങനെയാണ് C++ൽ റൺ ടൈം പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം, അല്ലെങ്കിൽ വെർച്വൽ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിലെ മെയിൻ കൺസെപ്റ്റ് ആണ് പോളിമോർഫിസം. ഇതിൽ രണ്ട് രീതിയിലുള്ള പോളിമോർഫിസം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതായത് കമ്പൈൽ ടൈം പോളിമോർഫിസവും റൺ ടൈം പോളിമോർഫിസവും. ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങുമാണ് കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന് ഉദാഹരണങ്ങൾ. റൺ ടൈം പോളിമോർഫിസത്തിന് ഉദാഹരണമാണ് വെർച്വൽ ഫംഗ്ഷൻ. എങ്ങനെയാണ് വെർച്വൽ ഫംഗ്ഷൻ C++ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതിനെ ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാം ഇതേ രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ആദ്യമായി ബേസ് എന്ന ഒരു ക്ലാസ്, അതായത് ഇൻഡിപെൻഡന്റ് ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിലെ ഫംഗ്ഷനാണ് ഡിസ്പ്ലേ. ഡിസ്പ്ലേ എന്ന ഫംഗ്ഷനിൽ ഡിസ്പ്ലേ ബേസ് എന്ന ഒരു മെസ്സേജ് ഇവിടെ പ്രിന്റ് ചെയ്യുകയാണ്. അടുത്തതായി ഷോ എന്ന ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. ഇതിൽ ഷോ ബേസ് എന്ന ഒരു മെസ്സേജ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. എന്നാൽ ഈ ഫംഗ്ഷനെ വെർച്വൽ ഫംഗ്ഷൻ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്ലാസ് ഡിറൈവ്ഡ് എന്ന ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബേസ് എന്ന ക്ലാസ്സിൽ നിന്നാണ്. ഇവിടെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷനിൽ ഡിസ്പ്ലേ ഡിറൈവ്ഡ് എന്ന മെസ്സേജ് ആണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഷോ എന്ന ഈ ഫംഗ്ഷനിൽ ഷോ ഡിറൈവ്ഡ് എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഷോ എന്ന ബേസ് ക്ലാസ്സിലെ ഫംഗ്ഷനെ വെർച്വലായി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇവിടെ രണ്ട് ക്ലാസ്സിലും നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ നെയിം രണ്ടും സെയിം തന്നെയാണ്. അതായത് ബേസ് ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഡിസ്പ്ലേ, ഡിറൈവ്ഡ് ക്ലാസ്സിലും അതേപോലെ തന്നെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഷോ എന്ന ഫംഗ്ഷനെ ഇവിടെ വെർച്വലായി നൽകിയിരിക്കുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് മെയിൻ ഫംഗ്ഷനിൽ നോക്കാം. ഇവിടെ ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റായ ബി ഡിക്ലെയർ ചെയ്തു. അതേപോലെ തന്നെ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റായ ഡി ഡിക്ലെയർ ചെയ്യുന്നു. ബേസ് ക്ലാസിന്റെ ഒരു പോയിന്റർ വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്, അതായത് പോയിന്റർ ptr. അതിനുശേഷം പോയിന്റ്സ് ടു ബേസ് എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്തതിനു ശേഷം ബേസ് എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റായ ബിയുടെ അഡ്രസ് പോയിന്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. ഇനി ദിസ് ഓപ്പറേറ്ററിന്റെ സഹായത്തോടുകൂടി പോയിന്റർ ഉപയോഗിച്ച് ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തിരിക്കുന്നു. എന്നാൽ പോയിന്റർ എന്ന ഈ വേരിയബിളിൽ ഇപ്പോൾ ബേസ് ക്ലാസിന്റെ അഡ്രസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ബേസ് ക്ലാസ്സിലെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം പോയിന്റർ വേരിയബിൾ ഉപയോഗിച്ച് ഷോ എന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തിരിക്കുന്നു. ഇപ്പോഴും ഇവിടെ ബേസ് ക്ലാസ്സിലെ ഷോ എന്ന ഫംഗ്ഷൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്.
അടുത്തതായി പോയിന്റ്സ് ടു ഡിറൈവ്ഡ് എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആയ ഡിയുടെ അഡ്രസ്സിനെ പോയിന്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. അതിനുശേഷം പോയിന്റർ ഉപയോഗിച്ച് ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ബേസ് ക്ലാസ്സിലും ഡിറൈവ്ഡ് ക്ലാസ്സിലും നമ്മൾ ഒരേ ഫംഗ്ഷൻ നെയിം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ ഇവിടെ ഡിറൈവ്ഡ് ക്ലാസ്സിലെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. കാരണം പോയിന്റർ ഒബ്ജക്റ്റിൽ ഇപ്പോൾ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ് ആണ്. ഇതേ രീതിയിൽ പോയിന്ററിന്റെ സഹായത്തോടു കൂടി റൺ ടൈമിൽ ക്ലാസിന്റെ അഡ്രസ് ചേഞ്ച് ചെയ്ത് നമ്മൾക്ക് ഒരേ ഫംഗ്ഷൻ നെയിം തന്നെ ഒന്നിൽ കൂടുതൽ ക്ലാസ്സിൽ ഉപയോഗിക്കാവുന്നതും വെർച്വൽ ഫംഗ്ഷനെ ഇതേ രീതിയിൽ ആക്സസ് ചെയ്യാവുന്നതുമാണ്. ഇതേ രീതിയിൽ റൺ ടൈമിൽ വെർച്വൽ ഫംഗ്ഷൻ ആക്സസ് ചെയ്യുന്നതിനെയാണ് റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. പ്രോഗ്രാം നമ്മൾക്ക് കമ്പൈൽ ചെയ്യാം. ഇനി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ പോയിന്റ്സ് ടു ബേസ് എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്തതിനു ശേഷം ഡിസ്പ്ലേ ബേസ് എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ബേസ് ക്ലാസ്സിലെ ഷോ എന്ന ഫംഗ്ഷന്റെ സഹായത്തോടുകൂടി ഷോ ബേസ് എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ രണ്ടാമത്തെ ക്ലാസിന്റെ അഡ്രസ് പോയിന്റിലേക്ക് സ്റ്റോർ ചെയ്തപ്പോൾ ഡിസ്പ്ലേ ബേസ് എന്ന വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഷോ എന്ന ഫംഗ്ഷൻ വെർച്വലായി പറഞ്ഞതിനാൽ വെർച്വൽ ബേസ് ക്ലാസിന്റെ വാല്യൂ മാറി ഡിറൈവ്ഡ് ക്ലാസിന്റെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്തതായി കാണാം. അടുത്തതായി C++ൽ ഫയൽസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് ഒരിക്കലും C++ൽ പെർമനന്റ് ആയിരിക്കില്ല. അതായത് പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് കമ്പ്യൂട്ടറിന്റെ പ്രൈമറി മെമ്മറിയിൽ നിന്നും റീഫ്രഷ് ചെയ്യുന്നതാണ്. എന്നാൽ C++ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ടോ അല്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ടിൽ നിന്ന് നൽകുന്ന വാല്യൂസിനെയോ C++ പ്രോഗ്രാം വഴി പെർമനന്റായി കമ്പ്യൂട്ടറിന്റെ സെക്കൻഡറി മെമ്മറിയിൽ അതായത് ഡിസ്കിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് C++ പ്രോഗ്രാം വഴി ഫയൽസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫയൽസ് എന്നത് കമ്പ്യൂട്ടറിന്റെ സെക്കൻഡറി മെമ്മറിയിലെ അല്ലെങ്കിൽ ഡിസ്കിലെ ഒരു ചെറിയ ലൊക്കേഷൻ മാത്രമാണ്. അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ നമ്മൾക്ക് കളക്ഷൻ ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഫയൽ ഉപയോഗിക്കണമെങ്കിൽ ആ ഫയലിനെ ആദ്യം C++ പ്രോഗ്രാമിൽ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായി ഫയലിന് സ്യൂട്ടബിളായി ഒരു നെയിം നൽകേണ്ടതുണ്ട്. ഇത് ആ ഫയലിനെ നമ്മൾക്ക് പിന്നീട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ഫയലിലേക്ക് സ്റ്റോർ ചെയ്യേണ്ട ഡേറ്റ ടൈപ്പും അതിന്റെ സ്ട്രക്ചറും മനസ്സിലാക്കിയിരിക്കുക. അടുത്തതായി ഫയൽ ഏത് പർപ്പസിന് വേണ്ടിയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓപ്പൺ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ തന്നെ ഫയലിന്റെ മോഡ് നമ്മൾക്ക് നൽകുവാൻ സാധിക്കുന്നതാണ്. മോഡ് എന്നാൽ ഫയൽ എന്ത് പർപ്പസിനാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നതാണ്. അതായത് റീഡിങ്ങിന് വേണ്ടിയാണെങ്കിൽ ഇൻ എന്ന മോഡും ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഔട്ട് എന്ന മോഡും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു ഫയൽ C++ൽ ഓപ്പൺ ചെയ്യുന്നതിന്റെ സിന്റാക്സ് ഇതേ രീതിയിലാണ്. ഒരു ഫയൽ റൈറ്റ് ചെയ്യാനാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിന്റെ സ്ട്രീം ഒബ്ജക്റ്റ് ആയ OF സ്ട്രീം ഉപയോഗിക്കേണ്ടതാണ്. അതിനുശേഷം ഒബ്ജക്റ്റ് ബ്രാക്കറ്റിനുള്ളിൽ ഫയൽ നെയിം. ഇതേ രീതിയിൽ നമ്മൾക്ക് ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല ഓപ്പൺ എന്ന ഫംഗ്ഷന്റെ സഹായത്തോടു കൂടിയും ഒരു ഫയൽ നമ്മൾക്ക് C++ൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനായി ഫയൽ സ്ട്രീം എന്ന ഒബ്ജക്റ്റ് നൽകി ഒബ്ജക്റ്റ് ഡോട്ട് ഓപ്പൺ ബ്രാക്കറ്റിനുള്ളിൽ ഓപ്പൺ ചെയ്യേണ്ട ഫയൽ നെയിം നൽകേണ്ടതാണ്. ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നത് ഏത് പർപ്പസിന് വേണ്ടിയാണ് എന്ന് നമ്മൾ ഫയൽ ഓപ്പൺ ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്യാം. അതായത് ഫയൽ മോഡ്. ഒരു ഫയലിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വീണ്ടും കണ്ടന്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ C++ൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഫയലിനെ അപ്പെൻഡ് മോഡിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതായത് ഫയൽ നെയിം നൽകിയതിനു ശേഷം ഇവിടെ app എന്ന ഫയൽ മോഡ് നൽകേണ്ടതാണ്. അതല്ല ഫയലിൽ നിന്നും ഡേറ്റ C++ പ്രോഗ്രാമിലേക്ക് റീഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻ എന്ന മോഡ് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല ഫയലിലേക്കാണ് കണ്ടന്റ്സ് റൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഔട്ട് എന്ന മോഡ് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയലിനെ ക്ലോസ് ചെയ്യേണ്ടതാണ്. ഒരു ഫയലിനെ ക്ലോസ് ചെയ്യുന്ന സിന്റാക്സ് ഇതേ രീതിയിലാണ്. ഫയൽ ഒബ്ജക്റ്റ് ഡോട്ട് ക്ലോസ്. എങ്ങനെയാണ് ഈ ഫംഗ്ഷനുകൾ ഉപയോഗിച്ച് ഒരു ഫയൽ C++ൽ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇനി നമ്മൾക്കൊരു പ്രോഗ്രാം ഇവിടെ ചെയ്യാം. അടുത്തതായി C++ൽ നിന്നും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ചെയ്യാം.
സാധാരണയായി നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എല്ലാം തന്നെ പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോൾ റീഫ്രഷ് ആയി പോകുന്നതാണ്. അതായത് പ്രൈമറി മെമ്മറിയിൽ നിന്നും അല്ലെങ്കിൽ വേരിയബിൾ വാല്യൂവിൽ നിന്നും അല്ലെങ്കിൽ വേരിയബിളിൽ നിന്നും റീഫ്രഷ് ചെയ്തു പോകുന്നതാണ്. ഫയൽസ് ഉപയോഗിച്ച് വേരിയബിൾസിലെ വാല്യൂസിനെ നമുക്ക് പെർമനന്റ് ആയി സെക്കൻഡറി ഡിവൈസിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫയൽസ് എന്നാൽ ഡേറ്റയുടെ കളക്ഷനാണ്. അതായത് സെക്കൻഡറി മെമ്മറിയിൽ അല്ലെങ്കിൽ ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്ന കളക്ഷൻ ഓഫ് ഡാറ്റ. എങ്ങനെയാണ് C++ൽ നിന്നും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിലേക്ക് പെർമനന്റ് ആയി എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും എന്ന് നോക്കാം. ഇതിനായി ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്തിരിക്കുകയാണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലായ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം, അതായത് iostream.h cout cin എന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇൻപുട്ട് സ്ട്രീമും അതായത് cinim ഔട്ട്പുട്ട് സ്ട്രീമായ coutഉം. ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ടിനെ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾക്കൊരു ഹെഡർ ഫയൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഫയൽ stream.h fstream.h. ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ fstream.h എന്ന ഈ ഹെഡർ ഫയലിന്റെ ക്ലാസ് ആയ ofstream ഉപയോഗിക്കേണ്ടതാണ്. ofstream എന്നാൽ ഔട്ട്പുട്ട് ഫയൽ സ്ട്രീം, അതായത് പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുക. അതായത് cout എന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് കൺസോൾ ആയിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രിന്ററിലോ മോണിറ്ററിലോ ആണ് പ്രിന്റ് ചെയ്യുന്നത്. എന്നാൽ fstream എന്ന ക്ലാസിന്റെ അല്ലെങ്കിൽ ഹെഡർ ഫയലിന്റെ ക്ലാസ് ആയ ofstream ഔട്ട്പുട്ട് ഫയൽ സ്ട്രീമിന്റെ ഒബ്ജക്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ പറയുന്ന കണ്ടന്റ്സ് ഫയലിലേക്കായിരിക്കും റൈറ്റ് ചെയ്യുന്നത്. അതായത് പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഇവിടെ നൽകുന്ന iostream എന്ന ഈ ഹെഡർ ഫയലിന്റെ ഒബ്ജക്റ്റ് ആണ് cout. അതായത് iostream എന്ന സെക്ഷനിലെ ostream എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് cout. അതേപോലെ തന്നെ istream എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് cin. അതായത് കീബോർഡിൽ നിന്നും വാല്യൂസിനെ റീഡ് ചെയ്യാൻ വേണ്ടിയാണ് cin ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡർ ഫയലാണ് fstream.h. fstream.hഉം രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ രണ്ട് സ്ട്രീം ക്ലാസ് ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതായത് ofstreamഉം ifstreamഉം. ofstreamന്റെ ഒബ്ജക്റ്റ് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ofstreamന്റെ ഒബ്ജക്റ്റ് ആയ cout പ്രീഡിഫൈൻഡ് ആണ്, അതിൽ മാറ്റം വരുത്തുവാൻ നമ്മൾക്ക് സാധിക്കുന്നതല്ല. എന്നാൽ ofstreamന്റെ ഒബ്ജക്റ്റ് നമ്മൾക്ക് തന്നെ ഡിഫൈൻ ചെയ്യാവുന്നതും അതുപയോഗിച്ച് നമ്മൾക്ക് ഫയലിലേക്ക് കണ്ടന്റ്സിനെ റൈറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഫയൽ സ്ട്രീമിന്റെ istream, അതായത് ഇൻപുട്ട് ഫയൽ സ്ട്രീം ഉപയോഗിച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യാവുന്നതും അത് ഉപയോഗിച്ച് ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഫയലിൽ നിന്നും വാല്യൂ റീഡ് ചെയ്യാവുന്നതുമാണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി ഫയലിലേക്ക് റൈറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിനായി ofstream ഔട്ട്പുട്ട് ഫയൽ സ്ട്രീം എന്ന സ്ട്രീം ക്ലാസ് ഇവിടെ നൽകി അതിന്റെ ഒബ്ജക്റ്റ് യൂസറിന് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനാൽ ഇവിടെ outf എന്ന് നൽകിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾക്ക് ഇഷ്ടമുള്ള നെയിം നൽകാവുന്നതാണ്. ഇനി ബ്രാക്കറ്റിനുള്ളിൽ ഏത് ഫയലിലേക്കാണോ റൈറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്കിൽ നമ്മൾക്ക് ഏത് ഫയലാണോ അല്ലെങ്കിൽ ഫയലിൽ എന്ത് നെയിമാണോ നൽകേണ്ടത് ആ ഫയൽ നെയിം ഇവിടെ നൽകുവാൻ സാധിക്കുന്നതാണ്. അടുത്തായി വാല്യൂസ് റീഡ് ചെയ്യുന്നതിനായി, അതായത് പ്രോഡക്റ്റ് നെയിമും കോസ്റ്റും റീഡ് ചെയ്യുന്നതിനായി രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. പ്രോഡക്റ്റ് നെയിം അതേപോലെ തന്നെ കോസ്റ്റ്. സ്ക്രീൻ ക്ലിയർ ചെയ്തതിനു ശേഷം എന്റർ ഐറ്റം നെയിം എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്ത് എൻറ്റർ ചെയ്യുന്ന ഐറ്റം നെയിം റീഡ് ചെയ്ത് നെയിം എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. നെയിം റീഡ് ചെയ്ത് അതിനുശേഷം നമ്മൾക്ക് ഇതിനെ ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ ofstreamന്റെ ഒബ്ജക്റ്റ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് outf എന്നാണ്. cout ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇവിടെ outf ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ outf നെയിം എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് നെയിമിൽ നമ്മൾ എന്ത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്തത് അത് ഐറ്റം എന്ന ഈ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നതാണ്. ഇത് പെർമനന്റ് ആയി ആ ഫയലിൽ തന്നെ സൂക്ഷിക്കുന്നതുമാണ്. അതേപോലെ തന്നെ അടുത്തതായി ഐറ്റം കോസ്റ്റ് റീഡ് ചെയ്യുകയാണ്. റീഡ് ചെയ്തതിനു ശേഷം അത് പ്രൈമറി മെമ്മറി ആയ കോസ്റ്റ് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. outfന്റെ സഹായത്തോടു കൂടി തന്നെ അതും ഐറ്റം എന്ന ഈ ഫയലിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഒരു ഫയൽ ക്ലോസ് ചെയ്യുന്ന സിന്റക്സ് ഇതേ രീതിയിലാണ്. അതായത് സ്ട്രീം ഒബ്ജക്റ്റ് ഡോട്ട് ക്ലോസ്. ഒരു ഫയലിലേക്ക് എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത്
fstream.h എന്ന ഹെഡർ ഫയലിലെ OSstream എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ സഹായത്തോടുകൂടി, അതായത് യൂസർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒബ്ജക്റ്റിന്റെ സഹായത്തോടുകൂടി നമ്മൾ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ ഫയലിൽ നിന്നും റീഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി fstream.hന്റെ മറ്റൊരു സ്ട്രീം ക്ലാസ് ആയ ഇൻപുട്ട് ഫയൽ സ്ട്രീം എന്ന സ്ട്രീം ക്ലാസ് ഇവിടെ ഉപയോഗിക്കുകയാണ്. ഇതിന്റെ ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ INF എന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഐറ്റം എന്ന ഫയലിൽ നിന്നാണ് റീഡ് ചെയ്യുന്നത്, അതിനാൽ അതേ പേര് തന്നെ നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി സീൻ എന്ന ഒബ്ജക്റ്റ്, അതായത് IOStreamലെ സീൻ എന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾക്ക് INF ഉപയോഗിക്കാം. പക്ഷെ INF റീഡ് ചെയ്യുന്നത് ഒരു ഫയലിൽ നിന്നായിരിക്കും, നമ്മളിവിടെ നൽകിയിരിക്കുന്ന ഈ ഫയലിൽ നിന്നായിരിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന നെയിം യൂസർ ഡിഫൈൻഡ് ആണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് നെയിം നൽകുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ INF എന്ന ഈ ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി ഫയലിൽ നിന്നും നെയിം റീഡ് ചെയ്ത് തിരികെ നമ്മൾ പ്രൈമറി മെമ്മറിയിലെ നെയിം എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. അതേപോലെ തന്നെ കോസ്റ്റും. ഇനി coutന്റെ സഹായത്തോടുകൂടി ഫയലിൽ നിന്നും റീഡ് ചെയ്ത ഈ വാല്യൂസിനെ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു, അതായത് ഐറ്റം നെയിമും കോസ്റ്റും പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം ഫയൽ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. പ്രോഗ്രാം നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇനി ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഐറ്റം നെയിം നൽകുകയാണ്, ഐറ്റം കോസ്റ്റ് നൽകുന്നു. ഇതാ നമ്മൾ നൽകിയ ഐറ്റം നെയിമും കോസ്റ്റും ഫയലിലേക്ക് റൈറ്റ് ചെയ്തതിനു ശേഷം ഫയലിൽ നിന്നും റീഡ് ചെയ്ത് അത് മോണിറ്ററിലേക്ക് പ്രിന്റ് ചെയ്തായി കാണാം. ഫയൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ IOStream.h എന്ന ക്ലാസിന്റെ ഫംഗ്ഷൻ ഒബ്ജക്റ്റുകളാണ് cout, cin. ഇത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളാണ്. എന്നാൽ ഫയലിലേക്കാണ് റൈറ്റ് ചെയ്യേണ്ടെങ്കിൽ fstream എന്ന ഹെഡർ ഫയലിന്റെ OSstream എന്ന സ്ട്രീം ക്ലാസിന്റെ ഒബ്ജക്റ്റ് നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്ത് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഫയൽ പറയേണ്ടതാണ്. ഫയലിൽ നിന്ന് റീഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടതെങ്കിൽ fstreamന്റെ ഇൻപുട്ട് ഫയൽ സ്ട്രീം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും അതിന്റെ സഹായത്തോടു കൂടി ഫയലിൽ നിന്നും വാല്യൂ നമ്മൾക്ക് പ്രോഗ്രാമിലെ വേരിയബിളിലേക്ക് റീഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്.